ജലാലുദ്ദീൻ റൂമി പറഞ്ഞ ഇന്ത്യൻ തത്തയുടെ കഥ കേട്ടിട്ടുണ്ടോ? പേർഷ്യയിലെ ഒരു വ്യാപാരിക്ക് ഒരു ഇന്ത്യൻ തത്തയെ ലഭിച്ചു. നല്ല ഓമനത്വമുള്ള തത്തയായിരുന്നു. അയാൾക്ക് ആ തത്തയെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. നല്ല സ്വർണത്തിൻ്റെ കൂട്ടിലായിരുന്നു അയാൾ ആ തത്തയെ വളർത്തിയത്. ഒരു ദിവസം കച്ചവട ആവശ്യാർത്ഥം അയാൾ ഇന്ത്യയിലേക്ക് പുറപ്പെടാൻ നിൽക്കുമ്പോൾ അയാളുടെ പരിചാരകരോടെല്ലാം അയാൾ പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് സമ്മാനമായി കൊണ്ടുവരേണ്ടത് എന്ന്. ഓരോരുത്തരും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പറഞ്ഞു. ഒടുവിൽ തൻ്റെ പ്രിയപ്പെട്ട തത്തയോടും അയാൾ ചോദിച്ചു, നിനക്കെന്താണ് ആഗ്രഹം? തത്ത പറഞ്ഞു, എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. എന്നെ ഈ കാരാഗ്രഹ ജീവിതത്തിൽ നിന്നൊന്ന് സ്വതന്ത്രനാക്കി തന്നാൽ മാത്രം മതി. അയാൾക്ക് അത്രയും ഇഷ്ടപ്പെട്ട തത്തയായതുകൊണ്ട്, അത്രയും ഓമനത്വമുള്ള തത്തയായതുകൊണ്ട് തന്നെ അയാൾ പറഞ്ഞു, ആ ആഗ്രഹമല്ലാത്ത മറ്റെന്താഗ്രഹവും നിനക്ക് ചോദിക്കാം. നിങ്ങൾ ഇന്ത്യയിൽ പോയിട്ട് അവിടെയുള്ള ഒരു വനാന്തരത്തിൽ പോയി എൻ്റെ ഈ കാരാഗ്രഹ ജീവിതത്തെക്കുറിച്ച് അവിടെയുള്ള തത്തകളോട് നിങ്ങൾ വിളിച്ചു പറയണം എന്നതായിരുന്നു തത്തയുടെ ആഗ്രഹം. അങ്ങനെ അയാൾ ഇന്ത്യയിലെത്തി തൻ്റെ തത്ത പറഞ്ഞതുപോലെ ഒരു വനാന്തരത്തിൽ പോയിട്ട് തൻ്റെ തത്തയുടെ ആ കാരാഗ്രഹ ജീവിതത്തെക്കുറിച്ച് അവിടെ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇത് കേട്ടയുടനെ മരച്ചില്ലയിലിരിക്കുന്ന ഒരു തത്ത പേടിച്ച് വിറച്ച് താഴോട്ട് മരിച്ചു വീഴുകയായിരുന്നു. അത് കണ്ട് വ്യാപാരി ഒരുപാട് വിഷമിച്ചു പോയി. അങ്ങനെ അയാൾ തൻ്റെ കച്ചവടം കഴിഞ്ഞ് തൻ്റെ പേർഷ്യയിലേക്ക് തന്നെ തിരികെ എത്തി തൻ്റെ പ്രിയപ്പെട്ട തത്തയോട് ഈ വിവരം പറഞ്ഞു കൊടുക്കുകയാണ്. നീ പറഞ്ഞതുപോലെ ഞാൻ ഇന്ത്യയിലുള്ള ഒരു വനാന്തരത്തിൽ പോയി നിന്റെ കാരാഗ്രഹ ജീവിതത്തെക്കുറിച്ച് അവിടെ വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെ ഒരു മരച്ചില്ലയിലിരുന്നിരുന്ന ഒരു തത്ത പേടിച്ച് താഴെ വീണ് മരിക്കുകയുണ്ടായി. ഇത് പറഞ്ഞപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട തത്തയും ആ കൂട്ടിൽ നിന്ന് താഴെ വീണ് മരിക്കുകയായിരുന്നു. വ്യാപാരി വല്ലാതെ അത്ഭുതപ്പെട്ടു. ഇതെന്താണ് സംഭവം? വല്ലാത്ത വിഷമം തോന്നി. അയാൾ തൻ്റെ തത്തയെ ആ കൂട്ടിൽ നിന്ന് പുറത്തെടുത്ത് വിഷമത്തോടെ അതിനെ നോക്കി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ തത്ത പാറിപ്പോവുകയായിരുന്നു. മരണത്തിനു മുമ്പേ മരിക്കുക എന്ന സൂഫി വചനമാണ് ഈ കഥയുടെ പൊരുള്. മാത്രമല്ല ചിന്തിക്കുന്നവരെ ഒരുപാട് അർത്ഥതലങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന കഥ കൂടിയാണിത്.